സൗദി അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾ, ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് പെരുന്നാളായിരുന്നു. അതുകൊണ്ട് നമുക്ക് നാളെ എന്തായാലും പെരുന്നാൾ ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അതുപോലെ തന്നെയാണ്. നാളെ നമുക്ക് പെരുന്നാളായിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസിക്കുകയാണ്. നമ്മുടെ സാഹോദര്യം ശക്തിപ്പെടുത്തുക, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഇതിനെല്ലാം ഉള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പെരുന്നാളുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മതസൗഹാർദ്ദം, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരോടും ഈദാശംസകൾ നേരുക മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായാംഗങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ വീട്ടിലേക്ക് നമ്മൾ അതിഥികളായിട്ട് അങ്ങോട്ട് പോവുകയും എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്നേഹസമ്പർക്കത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ധാരാളം ഇഫ്താർ വിരുന്നുകൾ, അതിലൊക്കെ നമ്മുടെ സഹോദര സമുദായങ്ങളൊക്കെ ധാരാളമായിട്ട് പങ്കെടുത്തു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അഭിവാദ്യങ്ങൾ, സന്ദേശങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു നമ്മുടെ ഇഫ്താർ വിരുന്നുകൾ. ഏതായാലും ആ റമദാന് പരിസമാപ്തി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈദ് സൗഹൃദ സംഗമങ്ങളും മറ്റുമൊക്കെയായിട്ട് ഈ ഈദിനെ കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുവാൻ സാധ്യമാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലഹരിയടക്കമുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതിരോധിക്കുവാനും അതിനെതിരെ പോരാടാനുമുള്ള ഒരു ആത്മീയമായ ഊർജം കൂടിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് റമദാനിലൂടെ നേടാൻ സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സാമൂഹികമായ തിന്മകൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഏകതയുടെ സ്വരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഈദിൻ്റെ സന്തോഷങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.